ഗൈസ്, ഇന്ന് നമുക്ക് ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ഒരു കോട്ട് സെറ്റ് പ്ലീറ്റഡ് കുർത്തിയുണ്ട്. അത് നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. കണ്ടോളൂ കേട്ടോ. ആദ്യം നമുക്ക് ഫ്രണ്ട് ഭാഗത്തിൻ്റെ പടി വയ്ക്കുന്ന ഭാഗം, വട്ടം വയ്ക്കുന്ന ഭാഗം, മുകൾ ഭാഗത്ത് കഴുത്തിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഇട്ട് അത് മടക്കി നല്ല ഭാഗത്തേക്ക് മടക്കി വെച്ച് ഇതുപോലെ അടിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഷോൾഡർ കൂട്ടിയടിക്കാം. ബാക്കും ഫ്രണ്ടും വെച്ച് ഷോൾഡർ കൂട്ടിയടിക്കാം. 2 ഷോൾഡറും കൂട്ടിയടിച്ചു. രണ്ട് ഷോൾഡറും കൂട്ടിയടിച്ചു. ഇനി നമുക്ക് കോളർ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. 14 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ച് വീതിയിലാണ് കോളർ കട്ട് ചെയ്തിട്ടുള്ളത്. അത് അയൺ ചെയ്ത് ഒരു തുണിയിൽ അയൺ ചെയ്ത് നല്ലൊരു തുണി കഷ്ണം അടിയിൽ വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് ക്യാൻവാസിൻ്റെ ചുവട്ടിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. ക്യാൻവാസിൻ്റെ മേലെ കയറാണ്ട് ഇങ്ങനെ അതിൻ്റെ 3 ഭാഗവും അടിച്ചെടുക്കുക. ഒരു ഭാഗം മാത്രം അടിക്കണ്ട. ഇനി നമുക്ക് അടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, അതിൽ ഒരു ഭാഗം എടുത്ത് ക്യാൻവാസിൻ്റെ മേലേക്ക് ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ ഒരു അടി കൊടുക്കാം. മറ്റേ ഭാഗത്ത് സെൻറ്റർ കണ്ട് നമുക്ക് നോച്ചിട്ട് വയ്ക്കാം. ബാക്ക് കഴുത്തിൻ്റെ ഭാഗത്തും നോച്ചിട്ട് വയ്ക്കാം. ഇങ്ങനെ നോച്ചിട്ടു, ബാക്ക് കഴുത്തിന് നോച്ചിട്ടു. നോച്ചിൻ്റെ അടുത്ത് വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് തയ്യൽ തുമ്പ് ഫുള്ളെടുക്കുന്ന വിധത്തിൽ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ പട്ട മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, അവിടെ വരെ നമുക്ക് ഈ കോളർ പിടിപ്പിച്ചെടുക്കാം. അങ്ങനെ 2 ഭാഗവും അടിച്ചെടുക്കുക. പട്ട മടക്കിയ ഭാഗം വരെ നമുക്ക് കോളർ വയ്ക്കുന്നുണ്ടോ. ഡബിൾ കോളർ പോലെയാണ് നമ്മളിത് ചെയ്യണത്. ഉണ്ടോ? നമുക്ക് ആ കോളറിൻ്റെ ഭാഗം വരെ, മടക്കിയ ഭാഗം വരെ നമുക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിൽ വെച്ച് നല്ല ഭാഗത്തേക്ക് മറിച്ച് ഇത് ഭാഗത്തേക്ക് ഇങ്ങനെ ഇട്ടാൽ ആ തയ്യൽത്തുമ്പൊക്കെ ഉള്ളിലേക്ക് ഇട്ട് നമുക്ക് പതിച്ചൊന്ന് അടിച്ചു കൊടുക്കാം. കോളർ നന്നായിട്ട് നീറ്റായി എല്ലാം ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. കോളറിൻ്റെ തുമ്പ് ഭാഗം ഇനി വേണമെങ്കിൽ നമുക്കൊന്ന് പതിച്ച് അടിക്കാം. കോളറിൻ്റെ തുമ്പ് ഭാഗം നമുക്ക് പതിച്ചടിച്ചെടുക്കാം. കോളറിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കോളർ നന്നായിട്ടില്ലേ, ഇങ്ങനെ നമുക്കൊന്ന് മടക്കി വെച്ച് നോക്കാം. ഡബിൾ കോളറാണ്. മടങ്ങി ഇരിക്കുന്ന പടി ഭാഗം ഇതുപോലെ മടക്കി വെച്ച് ഡബിൾ കോളറാക്കാം. ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കാം. സ്ലീവിൻ്റെയും സെൻറ്റർ കണ്ട് ഷോൾഡറിൻ്റെ അടിഭാഗത്ത് വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കണം. കണ്ടോ? ഇതുപോലെ കൊണ്ട് അടിച്ചെടുക്കുക. മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ അടിച്ച് 2 സ്ലീവും ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. സ്ലീവിൻ്റെ തുമ്പ് ഭാഗം ഇതിൻ്റെ അടിക്കണില്ല, തേര് ഭാഗമാണ്. അത് കാരണം കൊണ്ട് അടിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തേര് ഭാഗം നൂലെടുക്കില്ലല്ലോ, അത് കാരണം കൊണ്ട് മടക്കി അടിക്കണില്ല. കുറച്ച് ഇറക്കം കുറവുണ്ടേ, കാരണം കൊണ്ട് മടക്കി അടിക്കണില്ല കേട്ടോ. അങ്ങനെ
സ്ലീവും അറ്റാച്ച് ചെയ്തു. ഇതുപോലെ രണ്ട് കൈയും രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവ് രണ്ട് മടക്കി വെച്ച് നമുക്ക് സൈഡൊന്ന് കൂട്ടി അടിക്കാം. കൂട്ടി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പ്ലേറ്റ് ഇട്ടിട്ട് കൂട്ടിയാലും മതി. അപ്പോൾ കൂട്ടി ഇതിപ്പോൾ അടിച്ച് തുടങ്ങി. അത് കാരണം ഇനി കുറച്ചിടെ നമുക്കവിടെ ഗ്യാപ്പിട്ട് അടിക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേറ്റ് വയ്ക്കണത് പാവാട ഭാഗം ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അടിക്കാതെ ഇട്ടാൽ മതി. അങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് പ്ലേറ്റ് ഇടാം. ബാക്കും ഫ്രണ്ടും ഒരുപോലെ പ്ലേറ്റ് ഇട്ട് തയ്ക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റാണ് ഇടുന്നത്. ഇതുപോലെ പ്ലേറ്റ് ഇട്ട് അടിച്ചെടുക്കാം. ബാക്കും ഫ്രണ്ടും ഒരേപോലെ പ്ലേറ്റ് ഇട്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ഷെയറും ചെയ്യണം കേട്ടോ. കണ്ടോ, അതടിച്ചെടുത്തു. ഇനി അതുപോലെ മറ്റേ ഭാഗവും അടിച്ചെടുക്കുക. രണ്ട് ഭാഗവും നീറ്റായിട്ട് അടിച്ചെടുത്തു. ഇനി അത് നമുക്ക് യോക്ക് ഭാഗത്തുമ്മേ പിടിപ്പിക്കാം. യോക്ക് ഭാഗം ഇങ്ങനെ ആ പട്ടയുടെ ഭാഗം ഫ്രണ്ട് ഭാഗത്തെ ബട്ടണിൻ്റെ ഭാഗം കൂട്ടിയടിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബട്ടൺ വെറുതെ ഷോ ബട്ടണേ വയ്ക്കണുള്ളേ, അല്ലാതെ ഹോളുണ്ടാക്കി ബട്ടൺ വയ്ക്കണില്ല. വെറുതെ ഒന്ന് അടിച്ചു കൊടുത്തു. ഇനി അവിടെ നമുക്ക് 3 ബട്ടൺ കൂടി പിടിപ്പിക്കണം. ഉണ്ടോ. ഇനി നമുക്ക് പാവാട ഭാഗം യോക്കിൻ്റെ അടിയിൽ പിടിപ്പിക്കാം. രണ്ടും ബാക്കും ഒരേപോലെ നമുക്ക് പിടിപ്പിച്ചെടുക്കണം. പ്ലേറ്റ് നല്ല ഭംഗിയിൽ കേട് വരാതെ അടിച്ചെടുക്കാം. ഉണ്ടാവും. അതുപോലെ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചടിക്കുക. ഈ സൈഡ് നമ്മൾ കൂട്ടിയടിച്ച് അടി മടക്കിയടിച്ച പരിപാടി കഴിഞ്ഞു. നമുക്കവിടെ സ്ലിറ്റ് അടിക്കാനുണ്ട്. അതുകൊണ്ട് 21 നിർത്തിയെന്ന് തോന്നുന്നു. 21 നിർത്തിയിട്ടാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുന്നത്. രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ട, അതുപോലെ സ്റ്റിച്ച് അടിച്ച് കൊടുക്കുക. രണ്ട് ഭാഗവും സ്റ്റിച്ച് അടിച്ച് കൊടുക്കുക. സ്ലിറ്റ് അടിക്കൽ കഴിഞ്ഞു. ഇനി അടി മടക്കിയടിക്കുക. അതുപോലെ അങ്ങോട്ട് അടിച്ചെടുക്കുക. അടിക്കൽ കഴിഞ്ഞു. രണ്ട് ഭാഗം ഇതുപോലെ അടിച്ചെടുത്തു. കണ്ടോ, നന്നായിട്ടില്ലേ?